പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷനിലേക്ക് ഒരു യാത്ര പോകാം. ഞങ്ങളങ്ങനെ രാവിലെ തന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ നമ്പർ 12678 എറണാകുളം KSR ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. പുറത്തോട്ടിറങ്ങിയപ്പോൾ ഫുള്ള് വെള്ളക്കെട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും ഒന്നും പുറത്തോട്ട് പോകാനായിട്ട് ഭയങ്കര പാടാണ്. നടന്ന് പോകാനൊട്ടും പറ്റത്തില്ല. ഞങ്ങൾ പിന്നെ ഒരു സൈഡ് പിടിച്ചൊക്കെ നടന്നു പോകാൻ ശ്രമിച്ചായിരുന്നു. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല. ഇവരൊക്കെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നവരാണ്. കുറച്ച് ഒട്ടും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ട്രെയിനിലേക്ക് കയറാൻ വന്നിരിക്കുകയാണ്. ടിക്കറ്റ്സൊക്കെ ഞങ്ങൾ ഓൾറെഡി IRCTC വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് വരുന്നത് 115 രൂപയാണ് സെക്കൻഡ് സിറ്റിങ്സിൽ. ഇതിൽ വരുന്നത് സെക്കൻഡ് സിറ്റിങ്സ് AC ചെയർ കാർ, പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അത്യാവശ്യം നല്ല ബോഗീസാണ്, പുതിയ ബോഗീസാണ് കണ്ടിട്ട്. അത്യാവശ്യം അടിപൊളിയും നല്ല വൃത്തിയുള്ളതുമായ സീറ്റിങ്സാണ് ഇതിനകത്തുള്ളത്. ട്രെയിനെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാത്റൂം ആണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ കൃത്യം 9:10 ആയപ്പോൾ നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മളൊരു 11:30 കൂടി പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാലക്കാട് നിന്ന് പിന്നെ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ അതിമനോഹരമായൊരു കാഴ്ചയാണ്. നമ്മൾ എറണാകുളത്തു നിന്ന് ഈ ട്രെയിൻ ചൂസ് ചെയ്തതുള്ള നമ്മുടെ പ്രധാന പ്രയോജനം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗി നല്ലതുപോലെ ആസ്വദിച്ച് ട്രെയിനിൽ പോകാൻ സാധിക്കുന്നതാണ്. തമിഴ്നാട് ബോർഡർ പാസ് ചെയ്താൽ പിന്നെ നമുക്ക് ഇതേപോലെ ഒരുപാട് തെങ്ങിൻതോപ്പുകൾ കാണാൻ കഴിയും. അതിമനോഹരമാണ് ഈ തെങ്ങിൻതോപ്പുകളുടെ കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12:40 കൂടി നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ആദിയോഗി ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇത് കണക്ക് ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തിരിക്കുന്നത് കാണാൻ നമുക്ക് അറിയാം. പുതിയതായിട്ട് വരുന്നവർക്ക് പുതിയ ഡെസ്റ്റിനേഷൻ ഇവിടെ വന്നിട്ട് നോക്കിക്കോണമെന്നുണ്ടെങ്കിലും നമുക്കിത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ടൂറിസ്റ്റ് പ്ലേസസ് ഏതൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഇഷയിലേക്കുള്ള ബസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് ബാക്കിലേക്കായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബസ് ലഭിക്കുന്നതാണ്. ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുഖമുദ്രയായ പഴയ മോഡൽ സ്റ്റീം എഞ്ചിൻ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നമ്മൾ ബസ് കയറുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇഷയിലോട്ട് പോകാൻ വേണ്ടി. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ടിറങ്ങി. ഇപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്തൊരു വിൻറ്റേജ് കാർ മ്യൂസിയം ഉണ്ട്. GD കാർ മ്യൂസിയം എന്ന് പറയുന്ന ഒരു വിൻറ്റേജ് കാർ മ്യൂസിയം ഉണ്ട്. നമുക്ക് അവിടോട്ടൊന്ന് പോയിട്ട് ഇഷയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം. അപ്പം നമ്മളൊരു ഓട്ടോ ചോദിച്ചപ്പോൾ ഓട്ടോ റേറ്റ് പറഞ്ഞ് 150 രൂപയാണ് അവിടെ വരെ പോകാൻ. അപ്പം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പിന്നെ തിരിച്ച് വിളിച്ചിട്ട് 100 രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ യൂബർ ഓട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി. യൂബർ ഓട്ടോ നോക്കിയപ്പോഴും ഏകദേശം 92-100 രൂപയ്ക്കകത്താണ് ഓട്ടം വരുന്നത്. നമ്മൾ 100 രൂപയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഓട്ടോ എടുത്ത് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇഷയിലോട്ട് പോകാൻ ടൈം ഒരുപാടുണ്ടായിട്ട് അവിടെ അങ്ങോട്ടൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള സ്ഥലമാണ്. നമ്മൾ ഈ കാർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലോട്ട് വരുമ്പോൾ കാണുന്ന ഇതേപോലെ ഒരു ഗ്രാവിറ്റി ട്രീ ആണ്. നല്ല രസമാണ് ഇതിൻ്റെ വർക്കിംഗ് കാണാൻ വേണ്ടി. നമ്മുടെ ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷൻ വെച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു ചാർട്ട് പോലെ അവർ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളത്. ഇവിടത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് വരുന്നത് കാർ മ്യൂസിയത്തിലേക്ക് 125 രൂപയാണ്. നമ്മളകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്ന എൻട്രൻസിൽ കാണുന്ന ഇതാണ്, അതായത് കാറിൻ്റെ പഴയ ചരിത്രങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനെപ്പറ്റി പറയുന്ന ഒരു ചാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എൻട്രൻസിലോട്ട് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്.
ഈ കാണുന്നത് 1926 പുറത്തിറങ്ങിയ ഫോർഡ് ടി റോഡ്സ്റ്ററിൻ്റെ കാറാണ്. ഈ കാറിൻ്റെയൊക്കെ ഓരോരോ വിശദാംശങ്ങൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് മോഡലിലാണ്, ഏത് രാജ്യത്താണ് ഇറങ്ങിയത്, ഏത് വർഷമാണ് ഇറങ്ങിയെന്നുള്ള ഡീറ്റെയിൽസ് ഈ കാറിൻ്റെ സൈഡിൽ തന്നെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കളക്ഷൻ കാറുകളുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വിൻറ്റേജ് ആയിട്ടുള്ള ഒരുപാട് കാറുകൾ, പ്രീമിയം കാറുകളും പഴയ വിൻറ്റേജ് മോഡൽ കാറുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ ഒരുപാട് വിൻറ്റേജ് കാഴ്സും പ്രീമിയം കാഴ്സും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അവിടെ അത്യാവശ്യം നല്ല വർത്താണ് ഇവിടെ കാർ മ്യൂസിയം. പക്ഷേ സയൻസ് എക്സ്പെരിമെൻ്റ് എനിക്ക് അത്ര വർത്തായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വീഡിയോ ഒന്നും ഉൾപ്പെടുത്താഞ്ഞത്. ഞങ്ങൾ GD കാർ മ്യൂസിയത്തിൽ നിന്ന് ഗാന്ധിനഗർ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഇഷയിലേക്ക് പോകേണ്ട ബസ് നമ്പർ 14D ആണ്. ഗാന്ധിപുരത്ത് നിന്ന് ഇഷയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ നമ്പർ. എപ്പോഴും ബസ്സസ് അവൈലബിൾ ആണ്. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഗാന്ധിപുരത്ത് നിന്ന് ഇഷയിലേക്ക്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട് ഗാന്ധിപുരം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഇഷയിലേക്ക് പോകാൻ വേണ്ടി. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കയറുകയാണെങ്കിൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് ഫുള്ളായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഗാന്ധിപുരത്തോട്ട് ബസ്സസ് അവൈലബിൾ ആണ്. അവിടെ പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയാൽ മതി. അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടും. ഏകദേശം ഒരു 4 മണിയോടുകൂടി നമ്മൾ ഇഷയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന ബസ് 14D. മുമ്പ് ഇതേപോലെ ചുമന്ന ബസ്സുകളാണ്. ഇപ്പോൾ ഈ ചുമന്ന ബസ്സുകൾ വളരെ കുറവാണ്. പകരം പുതിയ ടൈപ്പ് ലോ ഫ്ലോർ ബസ്സുകളാണ് കൂടുതലും. അപ്പോൾ നമ്മൾ നമ്പർ നോക്കിയാൽ മതി. 14D ആണ് ഗാന്ധിപുരം നിന്ന് ഇഷയിലേക്കുള്ള ബസ്സുകളുടെ നമ്പർ. നമ്മൾ ഇഷയുടെ ഫ്രണ്ടിലുള്ള ഒരു ശിവൻ്റെ സ്റ്റാച്ചു ആണിത്. നല്ല രസമാണിത് കാണാൻ വേണ്ടി തന്നെ. ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഇഷയിലേക്കുള്ള പ്രവേശന കവാടം. ഇതിനകത്തേക്ക് മൊബൈൽ ഫോണ്, ക്യാമറ, ബാഗ്സ് ഒന്നും അലൗഡ് അല്ല. ഇതെല്ലാം നമ്മൾ പുറത്തൊരു കൗണ്ടറുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവിടെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് ഇവിടത്തേക്ക് പ്രവേശിക്കാൻ. ഞങ്ങൾ എന്തായാലും ഇഷയിലേക്ക് കയറിയില്ല. ഞങ്ങൾ നേരെ ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാനാണ് പോയത്. ഇവിടുന്ന് കുറച്ച് നടക്കാവുന്ന ദൂരമുള്ളൂ. ഇല്ലെങ്കിൽ ഇതണക്ക് ബുള്ളോക്കാട്ട് അവൈലബിൾ ആണ്. അതിൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാം. അതണക്ക് ബാറ്ററി കാറുണ്ട്, അതും അവൈലബിൾ ആണ്. അതിനെല്ലാം പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകും. ഞങ്ങൾ നടന്നാണ് ഇവിടെ എത്തിയത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആദിയോഗിയുടെ പ്രതിമയൊന്ന് കാണണമെന്നുള്ളത്. ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെടുന്ന വെള്ളിയാങ്കിരി മലനിരകൾ കാണാൻ പറ്റും. അടിപൊളിയാണിത് കാണാൻ വേണ്ടി തന്നെ. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ചൂട് ഒരുപാട് കുറവാണ്. എന്നാലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. വളരെ ഭംഗിയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നമുക്ക് അത്യാവശ്യം ഫോട്ടോസ്, വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഏകദേശം 112 അടിയോളം ഉയരമുണ്ട് ഈ പ്രതിമയ്ക്ക്. ഏകദേശം 500 ടൺ ഭാരമുള്ള സ്റ്റീൽ കൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തത് സദ്ഗുരുവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ ശില്പം എന്ന നിലയിൽ ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ഒന്നാണിത്. ഇവിടെ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇഷ യോഗ സെൻറ്റർ. നമുക്കതിനകത്തേക്ക് ക്യാമറാസും മൊബൈലൊന്നും അലൗഡ് അല്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ബാഗ്സൊക്കെ പുറത്ത് വെച്ചിട്ട് അവിടെ പോയി കണ്ടിട്ട് വരാവുന്നതാണ്. ഞങ്ങളവിടെ എല്ലാം കണ്ടതിന് ശേഷം കുറേ സമയം അവിടെ വന്നിരുന്നു. കാരണം 7:20 ലേസർ ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് പോയത് തന്നെ. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി ലേസർ ഷോ കാണാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മഴ പെട്ടെന്ന് തന്നെ അങ്ങ് മാറി. അതുകൊണ്ട് ലേസർ ഷോ അവർ നടത്തുന്നുണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പൂജയൊക്കെ തുടങ്ങും. പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7:20 ആകുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യും. ഒരു 10 മിനിറ്റോളം കാണും ലേസർ ഷോ. നമ്മുടെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവരെല്ലാം കണ്ടിരിക്കേണ്ട ഒരു ഇതാണ്. അതിമനോഹരമാണ് ഈ ലേസർ ഷോ.
ഏകദേശം ഒരു 10 മിനിറ്റോളം ലേസർ ഷോ ഉണ്ട്. ലേസർ ഷോ കഴിഞ്ഞാൽ നമുക്ക് ഇഷയിൽ നിന്ന് ഗാന്ധിപുരത്തേക്ക് ബസ്സസ് അവൈലബിൾ ആണ്. 10 മണി വരെ ബസ്സസ് ഉണ്ട്.